നമസ്കാരം. മണി ന്യൂസിന്റെ പുതിയ പതിപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. സെപ്റ്റംബറിൽ പദ്ധതി നാടിന് സമർപ്പിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. അനുകൂല സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധേയമാകാമെന്നാണ് കിയാലിന്റെ കണക്കുകൂട്ടൽ. കാസർഗോഡും വയനാടും മാഹിയും കോഴിക്കോടിന്റെ ഒരു ഭാഗവും ഉൾപ്പെടുന്ന ഉത്തരമലബാറിനൊപ്പം കർണാടകത്തിലെ കൂർഗ്, മൈസൂർ, ചിക്മംഗ്ലൂർ, ദക്ഷിണ കാൻഡ്ര തുടങ്ങിയ പ്രദേശങ്ങളും അടങ്ങുന്ന വലിയൊരു മേഖലയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനുള്ളത്. 7 വർഷം മുൻപ് തുടങ്ങിയ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവരുടെ വിദേശയാത്രകൾ കണ്ണൂരിൽ നിന്നാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്നവരിൽ നല്ലൊരു പങ്കാൾക്കാർ വിമാനത്താവളത്തിന്റെ പരിധിയിൽ നിന്നുള്ളവരാണെന്നത് കണ്ണൂരിന് നേട്ടമാകും. ഈ സാധ്യത മനസ്സിലാക്കി സിംഗപ്പൂർ, ഗൾഫ്, മലേഷ്യ തുടങ്ങിയവിടങ്ങളിൽ നിന്നുള്ള എയർലൈൻ കമ്പനികൾ കണ്ണൂർ വിമാനത്താവളത്തിന്റെ വരവിനായി കാത്തിരിക്കുന്നുണ്ട്. എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ, ഒമാൻ എയർ, ഖത്തർ എയർവേസ്, ഗൾഫ് എയർ, സൗദിയ ഇവരെല്ലാം വന്നിരുന്നു. ഇന്ത്യയിൽ നിന്നാണെങ്കിൽ എയർ ഇന്ത്യ, ജെറ്റ് എയർവേസ്, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, ഗോ എയർ, പിന്നെ എയർ ഏഷ്യ, ഇങ്ങനെയുള്ള നമ്മുടെയുള്ള എല്ലാ കമ്പനികളും എല്ലാവർക്കും ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ എല്ലാവർക്കും അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് യാത്രക്കാരെ കിട്ടും എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഇപ്പോൾ ഉറപ്പുണ്ട്. അവർ ഞങ്ങളുടെ അടുത്ത് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടും പലരും ഇവിടെ വന്നിട്ടുണ്ട്, എയർപോർട്ട് സൈറ്റ് കണ്ടിട്ടുണ്ട്, എന്നത്തേക്ക് റെഡിയാകുന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പെർമിഷൻ നമുക്ക് കിട്ടണം ഈ വിദേശ കമ്പനികൾ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ. അത് ഏത് എയർപോർട്ടിലായാലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ആ അപ്രൂവൽ കിട്ടണം എങ്കിൽ ഇവരെല്ലാം ഇവിടെ വരും. ഈ എയർലൈൻസ് മുഴുക്കെ ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് കാർഷികോൽപ്പന്ന കയറ്റുമതിക്കുള്ള സാധ്യത. വയനാട്, കൂർഗ് തുടങ്ങിയവിടങ്ങളിൽ നിന്നുള്ള ചായ, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ മേഖലയ്ക്ക് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി വിദേശ വിപണിയിലേക്കെത്താൻ സൗകര്യം കൂടുതലാണ്. ഇത് പ്രദേശത്തെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങളുടെ സംഭരണത്തിനുള്ള ആധുനിക സംവിധാനങ്ങൾ വിമാനത്താവളത്തോട് ചേർന്ന് അധികൃതർ ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലതും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതായിരിക്കും, പക്ഷേ കേരളത്തിലെ എയർപോർട്ടുകൾ വഴി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സാധ്യത നമുക്കും ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ഈ കാച്ച്മെൻറ്റ് ഏരിയയിൽ കേരളത്തിലായാലും കർണാടകത്തിലായാലും ഒരുപാട് പ്ലാന്റേഷനുണ്ട്. ഈ ഗൾഫിലേക്ക് അയക്കുന്ന പ്രധാനപ്പെട്ട കയറ്റുമതി എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്. ഇവിടെ ധാരാളം അതിനുള്ള സ്കോപ്പുണ്ട്. അത് പ്രോസസ്സ് ചെയ്ത് ഫുഡ് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടും നമുക്ക് കയറ്റി അയക്കാൻ പറ്റും. ഞങ്ങളാണ് ഇവിടെ ഒരു കാർഗോ കോംപ്ലക്സും തുടങ്ങാൻ പ്ലാനറ്റ് നടപടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൈത്തറി, ഫ്ലൈവുഡ് തുടങ്ങിയ കണ്ണൂരിന്റെ പരമ്പരാഗത വ്യവസായ രംഗങ്ങൾക്കും വിമാനത്താവളം വരുന്നത് ഗുണകരമാണ്. ഈ രംഗത്തെ നിലവിലെ നിർജീവാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വിദേശ രാജ്യങ്ങളുമായുള്ള അടുത്ത ബന്ധം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കൂർഗ്, വയനാട്, ബേക്കൽ തുടങ്ങിയ വിനോദസഞ്ചാര മേഖലകളുടെ പ്രാധാന്യവും. വിദേശ വിനോദസഞ്ചാരികളടക്കം ഈ മേഖലയോട് കാട്ടുന്ന താല്പര്യം കണ്ണൂർ വിമാനത്താവളം വരുന്നതോടെ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഈ കണ്ണൂർ എയർപോർട്ടിനടുത്തുണ്ട്. ഒന്ന് നമ്മുടെ ബേക്കൽ, നീലേശ്വരം, കാസർഗോഡേക്ക് പോകുന്ന വഴിക്കുള്ള ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററാണ്. 2 നമ്മുടെ വയനാടാണ്. വയനാട് ഒരു ടൂറിസത്തിന് പ്രധാനപ്പെട്ട മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. 3 കർണാടകത്തിലെ കൊടകും ആ ഏരിയയായി. അപ്പോൾ ഈ 3 വലിയ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ നടുവിലാണ് കണ്ണൂർ എയർപോർട്ട്. അപ്പം ടൂറിസ്റ്റുകളും ധാരാളം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് എയർപോർട്ടിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസ് എന്ന് ഞാൻ പറഞ്ഞതിലൊരു വളരെ വളരെ വലിയ സാധ്യതയാണുള്ളത്. വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ കരിപ്പൂർ, മംഗളൂരു തുടങ്ങിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ വെല്ലുവിളി ഉണർത്തുന്നുണ്ടെങ്കിലും റൺവേയുടെ വലിപ്പക്കൂടുതലടക്കമുള്ള നേട്ടങ്ങൾ കണ്ണൂരിന് അനുഗ്രഹമാകും. 2555 ഏക്കറിൽ ഒരുങ്ങുന്ന വിമാനത്താവളത്തിന്റെ നിർമ്മാണം ഗ്രീൻ പ്രോട്ടോകോൾ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. കണ്ണൂർ നഗരത്തിൽ നിന്നും 25 കിലോമീറ്റർ അകലത്തിലാണ് വിമാനത്താവളം. പുതിയ വിമാനത്താവളം വരുന്നതോടെ ഇവിടത്തേക്കുള്ള യാത്രാമാർഗങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അടിയന്തര നടപടി ഉണ്ടാകണം.
റോഡിനൊപ്പം റെയിൽ, മെട്രോ സംവിധാനങ്ങളും ഒരുക്കിയാൽ മാത്രമേ യാത്രക്കാരെ കൂടുതലായി ആകർഷിക്കാൻ സാധിക്കൂ. ഈ അടിസ്ഥാന സൗകര്യം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. ഈ റോഡുകൾ, റെയിൽവേ ലൈൻ, ഒരു മെട്രോ ലൈൻ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ യാത്രക്കാർക്ക് വേഗത്തിൽ എത്തിച്ചേരാനും ഇവിടുന്ന് വേഗത്തിൽ അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിലേക്ക് പോവുക, ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ ഈ കൊടക് അവിടുത്തെയൊക്കെ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഒരു 2 ആഴ്ച മുമ്പ് ഒരു 35 പേരുടെ ഒരു ടീം ഇവിടെ വന്നിരുന്നു. അവിടുത്തെ മീഡിയ ആൾക്കാരും ബിസിനസ്സുകാരും കൂടി ചേർന്ന്. അപ്പോൾ അവർക്കും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും ഇതാണ്, അവിടുന്ന് വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനുള്ള റോഡ് സൗകര്യം ഉണ്ടാകുക എന്നുള്ളത്. റൺവേ, പാസഞ്ചർ ടെർമിനൽ, ലൈറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മെയ് മാസത്തോടെ പൂർത്തിയാകും. ഇതിനുശേഷം വേണം ലൈസൻസിനായി കേന്ദ്രത്തിന് അപേക്ഷ നൽകാൻ. ലൈസൻസിൽ തീരുമാനമെടുക്കും മുൻപ് എയർപോർട്ടിലൊരുക്കിയ സംവിധാനങ്ങൾ DGCA നേരിട്ട് പരിശോധിച്ചുറപ്പുവരുത്തും. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മലയാളിയുടെ ദേശീയോത്സവ നാളുകളിൽ ആകാശനഗുകൾ കണ്ണൂരിൽ നിന്ന് പറന്നുയരുമെന്നാണ് കിയാലിന്റെ വാഗ്ദാനം. മലയാളികളുടെ ഭക്ഷണശീലങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇന്നത്തെ വിപണികളിൽ ഏത് ഭക്ഷണത്തിൻ്റെയും പലഹാരത്തിൻ്റെയും കറികളുടെയും ചേരുവകൾ ലഭ്യമാണ്. എന്നാൽ മലയാളിയുടെ രുചിഭേദങ്ങൾക്ക് ചേർന്ന നാളികേര അരപ്പും കറിക്കൂട്ടുകളും വിപണികളിൽ അത്ര സുലഭമല്ല. ഈ മേഖലയിൽ പുതുസംരംഭങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വലുതുമാണ്. ചെറുകിട വ്യവസായ മേഖലയ്ക്ക് കേരളത്തിൽ വളരെയേറെ സാധ്യതകളുണ്ട്. ഇതിൽ തന്നെ ഭക്ഷ്യസംസ്കരണ മേഖലയ്ക്കാണ് എളുപ്പത്തിൽ വിപണി കണ്ടെത്താൻ സാധിക്കുന്നത്. സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. നാളികേരം കേരളത്തിൽ സുലഭമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്ന നിർമ്മാണത്തിന് കൂടുതൽ സാധ്യതകളുണ്ട്. വീട്ടമ്മമാർക്ക് കറികളിലും പലഹാരങ്ങളിലും ചേർക്കുന്നതിന് പച്ചത്തേങ്ങയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നാളികേര അരപ്പ്, മിൽക്ക് ക്രീം, വിവിധ കറിക്കൂട്ടുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം. ഇൻസ്റ്റന്റ് കറിക്കൂട്ടുകളുടെയും പലഹാരത്തിൻ്റെയും പിന്നാലെ പായുന്ന മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വിപണികളിൽ ഏത് ഭക്ഷണത്തിൻ്റെയും പലഹാരത്തിൻ്റെയും കറികളുടെയും ചേരുവകൾ ലഭ്യമാണ്. എന്നാൽ കറികൾക്ക് തനതായ രുചിയും മികവും നൽകുന്ന നാളികേര അരപ്പും കറിക്കൂട്ടുകളും ഇന്ന് വിപണിയിൽ അത്ര കണ്ട് സുലഭമല്ല. ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സംരംഭങ്ങൾക്ക് മികച്ച വിപണി കണ്ടെത്താനാകുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിലുള്ളൊരു സംശയം ജനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലെന്തെങ്കിലും പ്രിസർവേറ്റീവ്സ് ഉണ്ടോ, കെമിക്കലുണ്ടോ, അങ്ങനെയുള്ളൊരു സംശയം. സത്യത്തിൽ ഇത് ഫുള്ളി നാച്ചുറൽ പ്രോഡക്റ്റാണ്. പച്ച നാളികേരത്തിൻ്റെ ജലാംശം നീക്കം ചെയ്തിട്ട് ചെയ്യുന്നതാണിത്. അത് ചൂടാക്കാതെ ഉണക്കിയെടുക്കുന്ന ഒരു മെത്തേഡ്, നാളികേരം ചൂടാക്കാതെ ഉണക്കിയെടുക്കുന്ന മെത്തേഡ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ വൈറ്റ്നസ്സിന് യാതൊരു ഇതും കോട്ടം കൂടാതെ ഇത് ഒരു 2 വർഷത്തോളം ഈ ക്വാളിറ്റി നിലനിൽക്കുകയും ചെയ്യും. പച്ചത്തേങ്ങ ചൂടാകാതെ ഉണക്കിയെടുത്ത് അതിലെ ജലാംശം നീക്കം ചെയ്ത് ഉണ്ടാക്കുന്ന കോക്കനട്ട് പേസ്റ്റാണ് നാക്കോക്ക് പ്രൊഡക്ട്സിൻ്റെ പ്രധാന ഉൽപ്പന്നം. ചൂടാകാതെ ഉണക്കിയെടുക്കുന്നതിനാൽ കോക്കനട്ട് പേസ്റ്റിന് തനതായ വെള്ളനിറം നിലനിൽക്കുന്നു. യാതൊരു രാസപദാർത്ഥങ്ങളോ മറ്റ് പാർശ്വഫലങ്ങളോ ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ കേടുകൂടാതെ 6 മാസം വരെ ഫ്രിഡ്ജിൻ്റെ സഹായമില്ലാതെ സൂക്ഷിക്കാമെന്നതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ കോക്കനട്ട് പേസ്റ്റ്, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് മിൽക്ക് ക്രീം. ഇപ്പോൾ അതുകൂടാണ്ട് ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് ഒരു കറിക്കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഒരുപാട് ഫിഷ് കറി മസാലകളുണ്ട്. പക്ഷേ നമ്മുടെ ട്രഡീഷണലായിട്ട് സാധാരണ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി ഊണ് കഴിക്കുമ്പോൾ കൂട്ടുന്ന തേങ്ങ ഒക്കെ അരച്ചൊരു മീൻ കറി ഇല്ല. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. തേങ്ങ അരച്ച് ചേർത്ത് കുടംപുളി മുതൽ കറിവേപ്പില വരെയുള്ള ചേരുവകൾ ചേർത്തുകൊണ്ടുള്ള റെഡി ടു കുക്ക് കറി മിക്സ്. മത്സ്യം കഴുകിയെടുക്കുക, ഇത് പൊട്ടിച്ചിട്ട് വെള്ളമൊഴിക്കുക, വേവിക്കുക, കഴിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംവിധാനമാണ്.
വെർജിൻ കോക്കനട്ട് ഓയിലിനും കോക്കനട്ട് മിൽക്ക് ക്രീമിനും വിപണിയിൽ ആവശ്യക്കാർ ഏറെയുണ്ട്. കെമിക്കൽ ഒന്നും ചേർക്കാതെ പ്രകൃതിദത്തമായി ഉണ്ടാക്കുന്നതിനാൽ വിപണിയിൽ വെർജിൻ ഓയിലിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പായസവും പലഹാരങ്ങളും തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതാണ് മിൽക്ക് ക്രീം. പച്ചപ്പയറിൻ്റെ പരിപ്പ്, ചെറുപരിപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പായസമുണ്ട്, വരട്ട് പായസം എന്ന് പറഞ്ഞിട്ട്. അത് വരട്ടി സൂക്ഷിക്കുന്ന പഴയ കാലങ്ങളിലൊക്കെ നിങ്ങൾ വരട്ടി സൂക്ഷിക്കാറുണ്ടായിരുന്നു ട്രഡീഷണലായിട്ട്. അതേമാതിരി ഒരു പായസം ഉണ്ടാക്കി അത് പാക്ക് ചെയ്ത്, ഇപ്പോൾ ഫ്രീസിങ് സിസ്റ്റമൊക്കെ ഉള്ളതാണല്ലോ. കാരണം ഒരു പായസത്തിൽ ആരും തേങ്ങാപ്പാൽ ഉപയോഗിച്ചുള്ള പായസങ്ങൾ ചെയ്യാറില്ല. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്തുകൊണ്ട് ഒരു പായസത്തെ പറ്റി ആലോചിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങിയ നാക്കോക്കിന് കേരളത്തിന് പുറമെ ബംഗളൂരു, മുംബൈ, ഗൾഫ് തുടങ്ങിയവിടങ്ങളിൽ വിപണി കണ്ടെത്താനാകുന്നുണ്ട്. മികച്ച ഗുണനിലവാരത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചാൽ വിറ്റുപോകുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം പച്ചസ്വർണം, മുളയുൽപ്പന്നങ്ങളുടെ സാധ്യതകൾ.